ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ലൊരു അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തേങ്ങാച്ചോറ് നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായിച്ചില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ട് ഞാനൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചിക്കൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ചിക്കനും കൂടി ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ക്ലീനാക്കി കൊണ്ടുവരാം. അതും കൂടി ഒന്ന് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അതും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഉള്ളി വേണ്ട വരട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ വേഗം ഉള്ളി വേണ്ട വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് തക്കാളി എടുത്ത് ഞാനൊന്ന് അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് തക്കാളി ഒന്ന് നല്ലോണം വാടി വരണ്ടേ. അപ്പോൾ ഉപ്പിടുമ്പം വേഗം വാടി വന്നോളൂ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് അരച്ചത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുളകും പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മസാല വെന്ത് വരുമ്പോൾ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഞാൻ ആദ്യം ഇട്ട വീഡിയോസ് കാണുന്നുണ്ടോ ഒന്ന് കമൻ്റായിട്ടൊന്ന് അയക്കണേ. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മൂടി വെച്ചാൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പം പിന്നെ നമുക്ക് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കാൻ ചൂടുവെള്ളം ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാക്കാൻ. അതാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഉപ്പെല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ട്. ഉപ്പ് നോക്കി നോക്കുമ്പോൾ കറക്റ്റാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മൂടി വെച്ച നമ്മൾ തീ കുറച്ച് വെക്കണേ. എന്നാലാണ് ചിക്കൻ കറി നല്ല ഇതിൽ വെന്ത് വരുള്ളൂ. എപ്പോഴും നമ്മൾ പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയാൽ അധികം തീ വെച്ചിട്ടുണ്ടാക്കിയാൽ അതൊരു എന്താ പറയുക ഉള്ളിയും തക്കാളിയും ഒന്നും വേവാത്ത പോലെ കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ കറി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒന്ന് കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ ഞാൻ ഇനിയൊന്ന് മൂടി വെച്ചിട്ട് തന്നെ ഞാനൊന്ന് വേവിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഗരം മസാലപ്പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊത്തമ്പീറും കൂടിയിട്ട് ഞാൻ അരിഞ്ഞിട്ട് നല്ലോണം കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ കറി നല്ല അടിപൊളി കറിയാട്ടോ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി തേങ്ങാച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. നല്ല അടിപൊളി തേങ്ങാച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങയാണ് വേണ്ടത്. തേങ്ങ ഒന്ന് നമുക്കൊന്ന് ചിരകി എടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക, കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തന്നെ ലൈക്കും തരാൻ മറക്കരുത്. അപ്പോൾ ഇനി തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം അരയണ്ട കേട്ടോ. കുറച്ചൊന്ന് നമ്മൾ ഗ്രൈൻഡ് ആക്കിയിട്ട് എടുക്കുന്ന പോലെ ഒന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ നമ്മൾ സാധാ അരിയാണ് വേണ്ടിയത്. ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ വേണ്ടിയത്. അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ കഴുകിയിട്ട് അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു ഉള്ളി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ഞാനൊരു ഉള്ളി ഞാനിങ്ങനെ ചെറുങ്ങനെ ഒന്ന് കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് വലിയ ജീരകം ഒരു പട്ടയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് കറിവേപ്പിലയാണ്. അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ ഉള്ളി. എന്നിട്ട് നമ്മൾ തേങ്ങ അരച്ചത് അതും കൂടി ഒന്ന് വീത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള വെള്ളം നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ അരിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം നല്ലോണം ഒന്ന് മൂടി വെക്കാണ്ട് വേവിക്കുക കേട്ടോ. അതിൻ്റെ വെള്ളമൊന്നും വറ്റി വരുമ്പോൾ പിന്നെ നല്ലോണം മൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുക, പകുതി തീ വെച്ചിട്ട്. പിന്നെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനൊന്ന് ഗ്യാസ് സ്ലോ ആക്കിയിട്ട് ഞാൻ പിന്നെയും മൂടി വെച്ചിട്ടോ. അപ്പോൾ മൂടി വെച്ചിട്ട് പിന്നെ ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ലോണം ഒരു വേവ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടി ഒന്ന് മൂടി വെക്കട്ടെ, എന്നാലും ഒന്ന് കറക്റ്റായിട്ട് വെന്ത് വരും. അപ്പോൾ ഇതാ തേങ്ങാച്ചോറ് ഇതാ നമ്മൾ അടിപൊളിയായിട്ട് വെന്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങാച്ചോറ് ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ടും കൂടി തരണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.